ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മലയാളികളെ മിസ് ചെയ്യരുത്. മടുത്തു. സ്വാമിയോട് ചോദിച്ചു നോക്കാം ഇനി എവലം ഉണ്ടെന്ന്. സ്വാമി ഇനി എവലം ഓർക്ക? ഇനി എവലം ഓർക്ക? ഇനി 3 മല ഓർക്ക? എൻ്റെ അമ്മേ 5 മല കഴിഞ്ഞു കേട്ടോ. ഇനി കയറാൻ പോകുന്നത് 6ാമത്തെ മല. അത് കഴിഞ്ഞൊരു മലയും കൂടി ഉണ്ട്. 7 മല. 5 മല കഴിഞ്ഞു. സമാധാനമുണ്ട്. അയ്യോ എൻ്റെ അമ്മേ, എന്തോ ഒരു എന്ത് പറയാ, എന്തൊരു വലിയൊരു സംഭവം കിട്ടിയ പോലെ കേട്ടാ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്തോ ഒരു സംഭവം കിട്ടിയ പോലെയാണ്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. കല്ല് കണക്കാറ് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം എത്ര കഷ്ടപ്പാടായിരുന്നു ഞങ്ങളുടെ ഈ മലകയറ്റം എന്നുള്ളത്. അതേപോലെ തന്നെ ഞങ്ങളുടെ മലകയറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു. ഒരു കവിള് വെള്ളമെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. ഒരു ഇത്തിരി വെള്ളമെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഞങ്ങളുടെ പുതിയ വീഡിയോ അടുത്ത വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 4ാമത്തെ മല കഴിഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ച് കടകളൊക്കെ ഇത്തിരി കൂടുതൽ കാണാം കേട്ടോ. ഇവിടെ 1 2 3 കടകൾ നമുക്കിവിടെ കാണാം കേട്ടോ. അതേപോലെ തന്നെ കുറച്ചുകൂടി മുകളിലേക്ക് കയറുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതുണ്ടോ, അവിടെയും കുറച്ച് കടകളുണ്ട്. നമ്മൾ ഈ വഴി കൂടെ കഷ്ടപ്പെട്ട് കയറണ്ട, ഇപ്പുറത്തെ വഴി കൂടെ പോവാം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓ, ഈ വെയിലത്ത് മൊട്ടയടിച്ചിട്ട് പോണ കണ്ടോ. അയ്യോ എന്തൊരവസ്ഥയായിരിക്കും. നമുക്കിത് ഇപ്പുറത്തെ വഴി കൂടെ പോവാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കടന്നോക്കി ഒരു മഴ പെയ്താൽ പോകുന്നൊക്കെ തോന്നണം. അതേപോലെ തന്നെ നമ്മൾ ഇത്രയും കയറിയിട്ട് ഇപ്പോഴാണ് ഒരു പട്ടീനെ കാണുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ മല കയറുമ്പോൾ കൂടെ എപ്പോഴും പട്ടി ഉണ്ടാവുന്നതാണ്. ഇത്രയും മല കയറിയിട്ട് ഒറ്റ പട്ടീനെ നമ്മൾ കണ്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് എങ്ങനെ കയറി എത്തി ഇവിടെ? ഹാപ്പിയാണ്. ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എൻ്റെ പൊന്നോ, വേണ്ട. ഓക്കെ, എത്ര അടിപൊളി വ്യൂവാ. ഇപ്പം നമ്മൾ കയറിയില്ലേ, അതേപോലെ തന്നെ. ഓക്കെ, നമ്മൾ കയറിയ പോലെ തന്നെ ഇനി മേളിലേക്ക് ഉണ്ട് കേട്ടോ. അത് കണ്ടോ, കുറേ ഉണ്ട്. ആ കാണുന്നത് അവിടെ നിന്നും കയറി, ഈ കാണുന്ന അവിടെ നിന്ന് കയറിയിട്ട് അതിനപ്പുറത്തേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ ഒരു ഇറക്കാൻ തോന്നണം. അവിടം വരെയാൻ തോന്നണം അതിൻ്റെ ദൂരം. ഓ, സമ്മതിക്കണം. കണ്ടോ, മലയുടെ മേളിലേക്ക് കയറുമ്പോൾ കുറച്ചൊക്കെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവും കേട്ടോ. പക്ഷെ അവിടേക്ക് നല്ല വെയിലായിരിക്കും. ഇത് കണ്ടോ, അവിടേക്ക് നല്ല വെയിലാണ്. അതേപോലെ തന്നെ ഇവിടേക്ക് ഇരിക്കാൻ നോക്കിയാലും വെയിലാണ് കാണുന്നത്. കണ്ടോ, കടയുണ്ട് പിന്നെ ഇവിടെ എല്ലായിടത്തും. അതൊരു പോസിറ്റീവാണ്. എനിക്ക് ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ചെറിയ രീതിയിൽ കുഴിയൊക്കെ കുത്തി. ഇത് കണ്ട ഒരു സ്വാമി പോണ കണ്ട. നമ്മളെക്കാളൊക്കെ എന്താ പറയുക, എത്രയോ വലിയ മനുഷ്യർ അവർ ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ആ പോക്ക് കണ്ടോ. സമ്മതിക്കണം.
അവരൊക്കെ മറ്റേ കാലിൽ ചെരുപ്പൊന്നും ഇടാണ്ട് പോകുന്ന ടീംസാണ്. നമ്മളൊക്കെ പിന്നെയും ചെരുപ്പിട്ടിട്ടൊക്കെ പോകുന്നത്. അവർ ചെരുപ്പ് പോലും ധരിക്കാതെയാണ് കൂടുതലും പേര് പോകുന്നത്. അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മനസ്സിലാവില്ല. ഇതാണ് ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് നോക്കി ഇനി അങ്ങോട്ട് കുറേ ഉണ്ട്. ഉണ്ടോ ഇങ്ങോട്ടേക്ക് ഇഷ്ടംപോലെ മല കയറാണ്ടിട്ട് ഇനി അവിടെ എത്തണം. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അവിടെ നിന്ന് ഇപ്പുറത്തേക്കുണ്ട്. നമ്മളൊക്കെ ഇത്രയും കയറി മടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ കയറി വരുന്ന വേണ്ട. അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ചോക്കെ. അതേപോലെ തന്നെ വയസ്സായ ആൾക്കാർ ഉണ്ടോ, ചെറിയ കുട്ടിയാണേ. അവരെയൊക്കെ സമ്മതിക്കണ്ടേ. അവർ നൈറ്റ് പോയതുകൊണ്ടാണ് അവർക്ക് വലിയ സീനില്ലാത്തതെന്ന് തോന്നണം. അവരൊക്കെ 10 മണിക്ക് ശേഷം പോയ ആൾക്കാരാന്ന് തോന്നുന്നു, നൈറ്റ് 10 മണിക്ക്. അപ്പോൾ പിന്നെ അവർ തിരിച്ചിറങ്ങാൻ മാത്രമേ അവർക്ക് കൂടുതൽ വെയിലുണ്ടാവുള്ളൂ. നമ്മളങ്ങനെയല്ല. നമ്മളൊരു 7 മണിക്ക് കയറിയത്. 9 മണി 8 തൊട്ട് നല്ല വെയിലാണ്. അവിടെ എന്തോ മുട്ടൻ അടിയൊക്കെയാന്ന് തോന്നണം കേട്ടോ. ചെറുതായിട്ട് കേൾപ്പിച്ചുതരാം. അവർ പറയുന്നത് വേറൊന്നുമല്ല, മനുഷ്യനാണെങ്കിൽ മനുഷ്യനായിട്ടിരിക്കണം, മരക്കുരങ്ങായിട്ടിരിക്കരുതെന്നാണ് അവർ പറയുന്നത്. എന്തോ കേസിന് വെള്ളം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള അലമ്പൊക്കെയാണ് ഈ കാണുന്നത്. അയ്യോ, കയറും തോറും അതിനേക്കാളും കൂടുതൽ ടഫായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓരോ സ്ഥലവും ഭയങ്കര ടഫായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ആദ്യം തോന്നുന്നു ഇത് കഴിഞ്ഞാൽ തീർന്നു എന്ന് തോന്നും. ഇവർ നമ്മളടുത്ത് അങ്ങനെ പറയും, ഇറങ്ങി വരുന്നവർ. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറുമ്പോൾ നമുക്ക് തോന്നും തീർന്നു എന്ന്. അതായത് കല്ലുകളൊക്കെ അടിപൊളിയായിരിക്കും, നമുക്ക് നടന്ന് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കയറാൻ പറ്റിയ ഏരിയ എന്ന് തോന്നും. പക്ഷേ കയറും തോറും കൂടുതൽ കഷ്ടമാണ്. ഒരതിന് വെയിലും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കയറിപ്പോയില്ലോ, ഇനിയിപ്പോൾ എന്താ പറയുക, വീഡിയോ എടുക്കുക. കുറച്ച് കല്ലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാനൊരു സ്ഥലമില്ല, വെയിലുമാണ്. അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ കുറേ നമ്മളെന്താ പറയുക, ഒരു 3 മലയിൽ നമ്മൾ കുരങ്ങനെ കണ്ടില്ല. ഫസ്റ്റ് മലയിൽ കണ്ടു, രണ്ടാമത്തെ മലയിൽ കണ്ടു, പിന്നെ 3 കണ്ടില്ല. ഇത് ഇപ്പോഴാണ് കുരങ്ങുകളെ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ താഴെ കുരങ്ങുകളെ കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അവർക്കെന്തോ ചോറൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മടുത്തു. സ്വാമിയോട് ചോദിച്ചു നോക്കാം ഇനി എവലം ഉണ്ടെന്ന്. സ്വാമി ഇനി എവലം ഓർക്ക, ഇനി 3 മല ഇറക്കുക. ഇനി 3 മല ഇറക്കുക. എൻ്റെ അമ്മേ, അയ്യോ, മേൽഭാഗം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കഴിഞ്ഞു എന്ന്. കാലൊക്കെ മറ്റേ എന്താ പറയുക, മസിൽ പിടിച്ചു 2 കാലും. എൻ്റെ അപ്പോ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യണം. കുറേ നേരം റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം എത്തുമെന്ന് വിചാരിച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ ഇനിയും 3 മലയുണ്ടെന്നാണ് പറയുന്നത്. അയ്യോ, കാല് മസിൽ പിടിച്ചു കേട്ടോ. ഇനി കുറച്ച് നേരം ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ, വലിയ പണി പാടും. എൻ്റെ അമ്മേ, നടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ലാത്ത അവസ്ഥ കേട്ടോ. എനിക്ക് അയ്യോ, പണി പാളി. അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. കുറച്ചുകൂടി മേളിലേക്ക് കയറിയതാ, പണി പാളി. പറ്റിക്ക് അവിടെ നിന്നിരിക്കട്ടെ. ഇറങ്ങാൻ പറ്റുന്നില്ല, 2 കാലും മസിൽ കയറിയിട്ട്. എൻ്റെ അമ്മേ, എന്തൊരു വേദന. അയ്യോ, ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇനി എന്തോരം ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം. ഒന്നുകൂടി ചോദിച്ചു നോക്കാം.
കുറച്ച് ഇറക്കമുണ്ടായിരുന്നു. നമ്മൾ സമാധാനിച്ച് ഇനി മുഴുവൻ ഇറക്കമായിരിക്കുമെന്ന്. പക്ഷേ അടിപൊളി. വീണ്ടും കയറ്റം. ഇനി ഈ കയറ്റം കൂടി കയറി കണ്ടിട്ട് തോന്നണു അതിനപ്പുറത്തേക്ക് ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നണു. ഇറക്കമായിരിക്കും തോന്നണു. നിങ്ങൾ ഇവിടെ കയറുന്നവർ മസ്റ്റായിട്ട് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എടുക്കണം കേട്ടോ. ഞങ്ങളൊന്നും കഴിക്കാൻ എടുത്തിട്ടില്ല, കുപ്പിവെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആടുജീവിതത്തിലെ നജീബിൻ്റെ ഒരു അവസ്ഥ പോലെയായി. ആടുജീവിതത്തിലെ നജീബിൻ്റെ ഒരു അവസ്ഥയായി. കാരണം ഒരു ഇറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥ പോലെ ആയിട്ടാ. കാരണം വെള്ളം നമ്മൾ 2, 4, 5 ലിറ്റർ കുടിച്ചാൽ പോലും നമുക്ക് മതിയാവില്ല. അത്രയധികം നമ്മൾ കയർത്തു പോകും. അപ്പോൾ വെള്ളം എന്തായാലും എടുക്കണേ. ഞാൻ കുറച്ചും കൂടി കയറിയിട്ട് അടുത്ത വീഡിയോ പിടിക്കാം. ഇത് രണ്ടും പിടിച്ച് നടക്കാൻ പറ്റണില്ല. നമ്മളിത് ഇത്ര എത്തിയിട്ടത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയത് ഇത് കണ്ടോ. ഇവിടുന്ന് വലിയൊരു ഇറക്കമാണ് താഴത്തേക്ക്. ഗ്യാപ്പിൽ കൂടെ ഒരു ചേട്ടൻ വരുന്നത് കണ്ടോ. 2 പേര് വരുന്നുണ്ടോ. ഇനി അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി ഇത് അറ്റത്തേക്ക് പോയി അവിടുന്ന് ആക്കി ആ എൻഡിലെത്തിയിട്ട് വീണ്ടും ഇപ്പുറത്തെ മലയിലേക്ക് മുകളിലേക്ക് കയറണം. ഇത് കണ്ടോ. എന്നിട്ട് അവിടുന്ന് വീണ്ടും താഴത്തേക്ക് ഇറങ്ങണം. താഴത്തേക്ക് ഇറങ്ങി വീണ്ടും താഴത്തേക്ക് ഒരു മലയും കൂടി ഉണ്ട്. അതും കൂടി ഇറങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ കേട്ടോ. വേണ്ട അവർ കയറി വന്നാണ്ടോ. ഇവരൊക്കെ പോയിട്ട് തിരിച്ചു വന്നവരാണ്. കണ്ടോ എന്തോരം ജനങ്ങൾ കയറി പോയി ഇറങ്ങി വരുന്നത്. ഇഷ്ടം പോലെ ആൾക്കാർ. കണ്ടോ ഈ ഇറക്കം കണ്ടോ, ഭയങ്കര ടഫാണ്. കുത്തനെയുള്ള ഇറക്കമാണ്. ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കേട്ടോ. തൃശ്ശൂരുകാർ പറയുന്ന പോലെ എളുപ്പമല്ലാട്ട കെടിയേ. എൻ്റെ അമ്മേ എന്നെ അല്ല ഒരാളും കൂടി ഉണ്ട്. പുള്ളി റോക്കറ്റ് പോണ പോലെ പോയി. ഇത്തിരി ടഫ് വഴിയാണ് കാണിച്ചു തരാം. വേണ്ട ഭയങ്കര ടഫ് വഴിയാണ്. ഇപ്പം നമ്മളത് 5 മല കഴിഞ്ഞു കേട്ടോ. ഇനി കയറാൻ പോകുന്നത് 6ാമത്തെ മല. അത് കഴിഞ്ഞൊരു മലയും കൂടി ഉണ്ട്. 7 മല. 5 മല കഴിഞ്ഞു. സമാധാനമുണ്ട്. അയ്യോ എൻ്റെ അമ്മ. അതിൻ്റെ ഒരു 6ാമത്തെ ഒരു മല, അത് കഴിഞ്ഞിട്ട് 7ാമത്തെ മല. നമുക്കിവിടെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, നെഗറ്റീവല്ല അത്, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ സഹായിക്കാനോ എന്താ പറയുക ഫസ്റ്റ് എയ്ഡോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഹോസ്പിറ്റൽ അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറ്റി കിടന്നു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. അപ്പോൾ ആ റിസ്ക്കും കൂടി ഏറ്റെടുത്തിട്ട് വേണം നമ്മൾ ഈ മലയിലേക്ക് കയറാനായിട്ട്. അത് ഇത് എന്താ പറയുക വലിയൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്താ പറയുക ഈ മല 7 മലയാണ്. അപ്പോൾ 7 മല കയറി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്, ഭയങ്കര ഹാർഡ് വർക്കാണ്. അപ്പോൾ ഈ മല നമ്മൾ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഞാനും സിംഗിളാണ്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർ ദയവായിട്ട് ഇങ്ങനത്തെ മലകളൊന്നും കയറാൻ ആവേശം കാണിക്കരുത്. ഫസ്റ്റത്തെ ആവേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും വേണ്ടായിരുന്നു. പക്ഷേ രണ്ടിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുളിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി ആൾക്കാർ ഇവിടുന്ന് വെള്ളം പിടിക്കുന്നുണ്ട്, കുടിവെള്ളം ഉണ്ട്. അതേപോലെ തന്നെ ആൾക്കാർ തലയൊക്കെ നനച്ച് നൈസായിട്ട്
കുളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് മല കയറി ഇറങ്ങുന്നവരാന്ന് തോന്നുന്നുണ്ട് അവിടെ കുളിച്ചിട്ട് പോകുന്നത്. ഇത് കണ്ടോ. അതേപോലെ ഇവിടെ കുടിവെള്ളം കിട്ടും കേട്ടോ നമുക്ക്. നോക്കി അപ്പുറത്തെ ആൾക്കാർ കുളിക്കണമുണ്ടോ? നോക്കി വെള്ളം. Welcome bro, welcome. വെൽക്കം. Very cold. കുടിവെള്ളം Shoe kalkidunga, shoe anga vechu. Kudivellam just remove shoe like this. No, don't. Hey, kaal vekkatira, relax irukum. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കാലൊക്കെ നനച്ചിട്ട് പോകാട്ടോ. ഉണ്ടോ ആൾക്കാർ ഈ കാല് നനച്ചിട്ട് പോകുന്നതാണ്ടോ. അതേപോലെ എന്താ അവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ സ്വാമിമാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇതുണ്ടോ സ്വാമിമാർ കുളിക്കുന്നുണ്ടോ. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നണം കേട്ടോ കുളിക്കാനൊക്കെ ആയിട്ട്. ഞാൻ വരുന്ന വഴിക്ക് ഒരാളോട് ചോദിച്ചായിരുന്നു കുടിക്കാൻ വെള്ളം കിട്ടുമെന്ന്. അപ്പോൾ ആൾ പറഞ്ഞത് കുടിക്കാൻ കിട്ടില്ല, കുളിക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണിത്. കുളിക്കാനുള്ള വെള്ളമുള്ളൂ, കുടിക്കാനുള്ള വെള്ളം ഇല്ല കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം നമ്മൾ 3-4 മലകൾ, 4ാമത്തെ മല 3ാമത്തെ മല എത്തുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുടിക്കാനുള്ള വെള്ളങ്ങൾ കിട്ടാൻ ചാൻസ് കുറവാട്ടോ. എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കുറച്ച് വെള്ളം കിട്ടാനാണ്. വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രശ്നം. നമുക്ക് ആദ്യമൊക്കെ കയറുമ്പോൾ മല കയറുമ്പോൾ നമ്മൾ നന്നായിട്ട് വിയർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ആദ്യം 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നന്നായിട്ട് വിയർക്കും നമ്മൾ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിയർക്കില്ല കേട്ടോ. എന്താ കാരണം വെച്ചാൽ വേറൊന്നുമല്ല, വിയർക്കാൻ ശരീരത്തിൽ വെള്ളം ഉണ്ടാവില്ല. ഈ സൈഡിലൊക്കെ സ്വാമിമാർ കിടക്കുന്നുണ്ടേ. അയ്യോ ആ കാണുന്ന മല കണ്ട. ഞാൻ അത് കയറി ഇനി അതിന് അപ്പുറത്തേക്കും പോണേ. ഒന്നും ആയിട്ടില്ല. ഈ സൈഡിൽ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂസ് ഉണ്ട്. പക്ഷെ ഞാനത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴല്ല, ഏറ്റവും മേളിൽ കയറിയിട്ട് എടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ സൈഡിലെ വ്യൂ കണ്ടോ, അത് നല്ല അടിപൊളിയായിട്ട് എടുത്തു തരാം കേട്ടോ. നോക്കി എന്തൊരു മലയാന്നേ. അയ്യോ, ചില വയസ്സായ ആൾക്കാരൊക്കെ കയറിപ്പോണ കാണുമ്പോൾ കൊതിയാവുക. അതേപോലെ എൻ്റെ പിള്ളേരും എന്താല്ലേ. ഞാനവിടുന്ന് കുറച്ച് ലെമൺ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. ഒരു ലെമൺ ജ്യൂസിന് വരുന്നത് 30 രൂപയാണ് വരുന്നത്. അത് എന്ത് വെള്ളമാണെന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല വെള്ളമാവട്ടെ എന്ന് വിചാരിക്കണം. പക്ഷെ കുടിക്കാൻ വെള്ളമില്ല, പക്ഷെ ലെമൺ ജ്യൂസ് ഉണ്ട് ഇവിടെ. ഇനിയും ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് കയറാനായിട്ട്. ഒരു 1.5 മണിക്കൂർ ഉണ്ടാവുള്ളൂ ഇവിടെ കയറാൻ. ഒറ്റ മലയാളികൾ പോലും എനിക്ക് തോന്നുന്നില്ല ഇത് അതിനധികം പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന്. അതായത് യൂട്യൂബേഴ്സ് അല്ലാണ്ട് കുറച്ചൊക്കെ മലയാളികളെ നമ്മളിവിടെ കണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 100 പേരെയൊക്കെ കാണുവാണെങ്കിൽ അതിലൊരു 4-5 പേര് മാക്സിമം. അല്ലാണ്ട് മലയാളികളൊന്നും അധികം ഇത് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ട, ഇതാണ് വന്ന വഴി. അവിടെ നിന്നിട്ട് വന്നത്. അത്രയും വലിയ മലയുടെ മേളിൽ നിന്ന് വന്നിട്ട് ഇത് ഈ കൂടെ ഇറങ്ങി വന്ന് അവിടെ വലിയ പാറക്കല്ലൊക്കെ ഉണ്ട്. ആ മലയും കുന്നും താണ്ടി ഈ കൂടെ മുകളിലേക്ക് കയറി വന്ന് ഇനി നമുക്ക് പോകാനുള്ളത് അങ്ങോട്ടേക്കാണ്. ഇത് കണ്ട, ഇനി ഇവിടുന്ന് ഉണ്ട് ഒരു 1/4 മണിക്കൂറുണ്ട്. നമ്മളിങ്ങനെ ഇരുന്ന് പോവുകയാണെങ്കിൽ 1/4 മണിക്കൂറിൽ കൂടുതലുണ്ട്. അപ്പോൾ അറ്റത്ത് പോയി അതും കൂടി എടുത്തിട്ട് വരാം. മേളിലൊരു അമ്പലത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു മണിയടിയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് നമ്മൾ എത്താറായിന്ന്. കണ്ട എവിടെ നിൽക്കണം നോക്കിയേ. എൻ്റെ പൊന്നോ, ഇത് നമുക്ക് അങ്ങോട്ടാണ് കയറാറുള്ളത്. ഈ മല നമ്മൾ ഇത്രയും കയറി വന്നത് കണ്ട, ആൾക്കാർ കയറി വരുന്നത് കണ്ട. ഇത്ര
ഇത്രയും നമ്മൾ കയറി വന്നു കേട്ടോ. ടയേർഡായി. അയ്യോ, ഇനി കുറച്ചും കൂടി ഉള്ളു. അതും കൂടി കയറി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. പക്ഷെ അത് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി ഇതേപോലെ കുറേ ഉണ്ട്. കുറേ ഒന്നുമില്ല, കുറച്ചും കൂടി ഉള്ളു. അയ്യോ, ഹാപ്പിയായി. ഇത് കണ്ടോ, ബേക്ക് കണ്ടോ? ബേക്ക് സൈഡൊക്കെ നല്ല വ്യൂ ആണേ. താഴത്തുനിന്ന് മേളിൽ വരാനായിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറിനെടുത്തു. 4 മണിക്കൂറിന് മേളിലെടുത്തു. 8 മണിക്ക് കയറിയിട്ടല്ല, 7 മണിക്ക് കയറിയിട്ട് നമ്മളൊരു ഇപ്പോൾ 1 മണിയായി. 1 മണിക്ക് മേളിലായി തോന്നണം. അപ്പോൾ 9, 10, 11, 12, 5 മണിക്കൂറിനടുത്തായി. ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങാനായിട്ട് എങ്ങനെ പോലും 3 മണിക്കൂർ എടുക്കും. ഇനി ഒരു അരമണിക്കൂർ കൂടി മേളിലേക്ക് കയറാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടം വരെ കയറിയിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കിട്ടിയത്. ഇത് കേട്ടാ, 6 മല കഴിഞ്ഞ് 7ാമത്തെ മലയാണ് ഈ കാണുന്നത് കേട്ടാ. 6 മല നമ്മൾ കയറിയേ. നോക്കി ആൾക്കാർ കയറി വരുന്നുണ്ടാ. 6 മല നമ്മൾ കയറിയിട്ട് 7ാമത്തെ മലയാണ് ഈ കാണുന്നത്. 7ാമത്തെ മലയിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇത് അപ്പോൾ 7ാമത്തെ മലയിലൂടെ കയറിയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഇതേ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 5000-5500 അടി മുകളിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു 700 അടിയും കൂടി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് കണ്ട, എൻ്റെ മുകളിലൊരു വലിയൊരു മല കണ്ടോ? മലയല്ല, പാറക്കല്ല്. അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി താഴ്ത്തേക്ക് ഇറങ്ങി കഴിയുമെന്നാണ് തോന്നുന്നത്. എൻ്റെ പൊന്നു, ഇതെൻ്റെ ഫസ്റ്റ് ടൈമിലെ യാത്രയാണ്. പക്ഷേ എന്താ പറയുക, ഭയങ്കര എക്സ്പീരിയൻസായി. അയ്യോ, ഇവിടെ വരെ എത്തിയത് തന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ചില സമയത്ത് എനിക്ക് തോന്നുമായിരുന്നു വല്ല സൂപ്പർമാൻ്റെ പവർ ഉണ്ടായിരുന്നെങ്കിൽ നേരെ താഴെ പോയി നിൽക്കായിരുന്നു. അവിടെ പോയി നിൽക്കായിരുന്നു. പക്ഷേ അത്രയധികം ടയർഡല്ല. എനിക്ക് തോന്നുന്നില്ല ഇത് മലയാളി യൂട്യൂബേഴ്സൊന്നും ഇതധികം പിടിച്ചിട്ടുണ്ടാവും തോന്നുന്നില്ല. വന്നിട്ടുണ്ടാവും, മലയാളി യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഒരിക്കലും അവരെന്താ പറയുക, വീട്ടിലേക്ക് ഇത്രയധികം കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ട മല കണ്ട, ഓക്കെ, ചുറ്റും വലിയ മലകളാണ്. ഇനി ആകെ ഒരു ലക്ഷ്യം ആ പാറക്കല്ലാണ്. വലിയ പാറക്കല്ല്, അതുകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ സമാധാനമായി. ഇത്രയും കയറിയിട്ട് 5000-5500 അടി കയറിയിട്ട് ഒരു 700 അടി കയറാനാട്ടോ മടി. എൻ്റെ അമ്മേ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പാറയുടെ മേളിൽ കയറി ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇവിടെ എത്തിയിരിക്കണേന്ന്. നോക്കിയോട്ടോ, ഇത് കണ്ടോ, മല എന്ന് പറഞ്ഞാണല്ല, അത്ര പൊക്കത്തിലാണ്. ഞാൻ നോക്കിയിട്ട് യൂട്യൂബേഴ്സ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഒരാൾ പോലും ഇല്ല. ഇപ്പം മലയാളി പോട്ടെ, ഇപ്പം ഇവിടെ കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും നോർത്തിൽ നിന്നുള്ള ആൾക്കാർ കൂടുതലും വരുന്നത്. പക്ഷേ അവരിൽ പോലും എന്താ പറയുക, യൂട്യൂബേഴ്സില്ല. മൊബൈലും പിടിച്ച് വീഡിയോ എടുക്കുന്ന ആൾക്കാർ കുറവാട്ടോ. അങ്ങനെ അധികം ആൾക്കാർ വന്നായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി നമ്മുടെ ലക്ഷ്യം മലയാണ്. അവിടെ എത്തിയിട്ടൊരു വീഡിയോ പിടിക്കണം. വേണ്ട, മലയുടെ അവിടെ ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ബൈക്ക് കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ.
സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ടുണ്ട്, ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. നിങ്ങൾ മലയാളികൾ പറ്റിക്ക് വരണം, അടിപൊളി സ്ഥലമാണ്. ഞാൻ കുറേ മലയാളികളോട് വെൽക്കം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ഇവിടെ വരണം, ഒന്ന് കാണണം. എന്താ പറയുക, നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ വഴിയാണ്, ചെങ്കുത്തായ കയറ്റമാണ്, അതേപോലെ തന്നെ ഇറക്കമുണ്ട്, നല്ല കാറ്റുണ്ട്, പറയുന്നത് കേൾക്കാൻ പറ്റില്ലായിരിക്കും. ഇതിൻ്റെ ആൾക്കാർ കയറി പോകണണ്ട പാർക്കല്. എന്ത് പറയാ, എന്തൊരു വലിയൊരു സംഭവം കിട്ടിയ പോലെ കേട്ടാ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, എന്തോ ഒരു സംഭവം കിട്ടിയ പോലെയാണ്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടില്ലേ, ആ ഒരു ഫീലാട്ടോ. ഇതൊക്കെ എൻ്റെ മേളിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എനിക്ക് കയറേണ്ടത്. അയ്യോ, ഇനി എൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു കേട്ടോ. ഇത് കേട്ടോ, ഇത് നിങ്ങളെ കാണിച്ചിട്ടും എനിക്ക് മതിയാവുന്നില്ല. അയ്യോ അമ്മേ, എത്ര മനോഹരം, എത്ര മനോഹരം. ഇനി അതൊക്കെ ക്യാമറ തിരിച്ചു പിടിച്ച് കാണിച്ചു തരാം. ഇത് കണ്ട, ഇങ്ങോട്ടാണ് എനിക്ക് കയറേണ്ടത്. നമ്മൾ താഴത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പാറയാണ് നമ്മൾ കാണുന്നത്. ഈ പാറ കണ്ട, ഈ പാറ അത്രയും വലുതാണ്. ഇവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ കയറിയ സമയത്ത് അവിടെ എത്തിയ സമയത്ത് ഞാൻ എണ്ണി 1 2 3 4 5 6 7 എണ്ണി. അങ്ങനെ ഞാൻ എണ്ണി ഇപ്പോൾ 4ാമത്തെ എണ്ണം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 3 എണ്ണം കൂടി ഉള്ളൂ പ്രതീക്ഷിക്കുക. അതായത് 1 2 3 മേളിലേക്ക് 3 അങ്ങോട്ട് കിടക്കണം. കേട്ട മലണ്ട എൻ്റെ പൊന്നു. ഇനിയിവിടെ കുറേ ആൾക്കാർ ഇരിക്കണണ്ട, കുറച്ച് ഞാൻ അവരെ വിളിച്ചു നോക്കാം കേട്ടോ. വിളിച്ചാൽ കേൾക്കുമെന്ന് അറിയില്ല. ഇത് വേണ്ട ഇരിക്കണ അവർ പാറയുടെ ഇടയ്ക്ക്. ഇത് വേണ്ട, നമ്മൾ ഇവിടുന്നാണ് ഇങ്ങനെ കയറി വന്നത്. അതിന് താഴെ അപ്പുറത്ത് വേറെ മലയുണ്ട്, ആ മല നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ആ മലയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു മല കാണാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള മലകൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ ആൾക്കാർ കയറി വരുന്നത് എന്തൊരു വഴിയാണെന്നറിയുന്നത്. ഒരാഴ്ച റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നും. അത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇത് എളുപ്പമല്ല. ഇത് വേണ്ട, ഈ മല ഇവിടേക്കാണ് ഇനി നമുക്ക് എത്തേണ്ടത്. നോക്കിയേ, മറ്റേ കണ്ണന്തേവൻ്റെ പരസ്യത്തിൽ മോഹൻലാൽ പറയുന്ന പോലെ ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ എന്തോരം മുകളിലേക്ക് കയറുന്നു അത്രയും കാണാനുള്ള ഒരു ഭംഗി അത് കൂടി വരുവാണ്. വേണ്ട, ഇവിടെ ഒരു ശിവൻ്റെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിലാണ് അവിടെ കയറിയിട്ട് ആൾക്കാർ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഉള്ളൂ സമാധാനം. നമ്മൾ ഉദ്ദേശിച്ച മലയിലെത്തി, ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടോ. ഇവിടെയൊക്കെ കുറേ തൃശ്ശൂലങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. അവര് വീഡിയോ പിടിക്കാനാണ് പറയുന്നത്. ஓட்டோட கத்தாங்க கேட்க போகுது.
ഇവരെയൊക്കെ മുഖത്തൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മല ഇവിടം വരെ കയറി വന്നിട്ട് എന്താ പറയുക, ഇവിടെ എത്തിയതിനൊരു സന്തോഷമാണ് ഇവരെ മുഖത്ത് കാണുന്നത് അല്ലേ. ഇവിടെ കയറി വന്നിട്ട് ഹാപ്പി പാடம் എടുക്കാം. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സർപ്രൈസ് ചെയ്യുക. ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തിച്ചു എന്ന് അറിയത്തില്ല കേട്ടോ. അതേപോലെ എൻ്റെ ബേക്കിൽ ഈ പാറകളൊക്കെ കണ്ടാ എൻ്റെ ഉപ്പുന്നെ ഇവിടെ എത്തിയപ്പോൾ ഹാപ്പിനെസ് ആയി കേട്ടാ. നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോഴൊക്കെ അവർ ചോദിക്കുന്നുണ്ട്, അവരെയും കൂടി ഇന്ന് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ആര് കേരള തൃശ്ശൂർ. നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആരും ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് തോന്നണം കേട്ടോ. എന്താ പറയുക, ഇവിടെ യൂട്യൂബിൽ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെ ആൾക്കാർ കുറവാണ്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ ആൾക്കാർ നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എവിടുന്ന് വരുന്നത്. കാരണം കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും മറ്റ് ഏത് സംസ്ഥാനങ്ങളാണെങ്കിലും അവരൊന്നും ഇവിടെ അങ്ങനെ അധികം വീഡിയോ ചെയ്യുന്നതായിട്ട് കാണാനില്ല. ഇനിയിത് കണ്ടോ, എൻ്റെ സൈഡിലൊരു പാറ കണ്ട. ഈ പാറയോട് നമ്മൾ താഴ്ത്തുനിന്ന് പറയുന്നത് നമുക്ക് കാണണം എന്ന് പറയുന്ന ആ പാറ ഈ പാറയാണ്. വലിയ പാറയാണ്. ഇത് കണ്ടോ, വലിയ പാറ കേട്ടോ, ഭയങ്കര സംഭവമാണ്. നോക്കി, ഈ പാറയാണ് ആൾക്കാർ കാണണം എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാമീനെ ദർശിക്കുക, പോവുക. നമുക്കൊരു ഫ്രണ്ടിൽ വരാൻ പറഞ്ഞു കേട്ടോ. ഒരു കുറിയൊക്കെ തൊടാം കേട്ടോ. ബസ് തൊട്ടിട്ട് വരാം. ചെരുപ്പ് അവിടെ ഊരിയിട്ട് ഇവിടെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ആ ഊതിക്കോ. കല്ല് കണക്കാറ് കുട്ടിയാണ് കടയിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം സഹിച്ചാണ് നമ്മൾ ഈ മല കയറിയത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റി. ശിവനെ കണ്ടു, ദക്ഷിണ കൈലാസത്തിലെത്തി, ശിവനെ കണ്ട് ദർശിച്ച് അനുഗ്രഹം പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ മനോഹരമായ ഞങ്ങളുടെ യാത്ര ഇതുവരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനേക്കാളും നല്ല മനോഹരമായ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക.